ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടിക്കുള്ളിൽ പിടിവലി. ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന് പിന്നാലെ നടൻ കൃഷ്ണകുമാറും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താൽപര്യമറിയിച്ചു. പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവാണെന്നും അവിടെ നിന്ന് മത്സരിക്കാൻ ആഗ്രഹമെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം മേയർ പദവി വി രാജേഷിന് നൽകിയ സാഹചര്യത്തിൽ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 25 കൊല്ലമായി താൻ ജീവിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. എന്റെ ഓഫീസാണെങ്കിലും എന്റെ വീടാണെങ്കിലും ഭാര്യയുടെ വീടാണെങ്കിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിനുള്ളിലാണ്. ഏതൊരു പൊതുപ്രവർത്തകനും അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് താല്പര്യം. പിന്നെ പാർട്ടിയുടെ തീരുമാനം പോലെ ഇരിക്കും കാര്യങ്ങൾ. മണ്ഡലത്തിലെ ബൂത്ത് പ്രവർത്തകർ മുതൽ ഓരോ പ്രവർത്തകരുമായി പാർട്ടിക്ക് അതീതമായ വ്യക്തിബന്ധമുണ്ട്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഏത് സീറ്റ് നൽകിയാലും സ്വീകരിക്കും. വട്ടിയൂർക്കാവിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെയുള്ളയാൾ എന്ന നിലയിൽ അറിയാം. വട്ടിയൂർക്കാവ് സീറ്റ് കിട്ടിയാൽ ഏറെ സന്തോഷം, കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം വട്ടിയൂർക്കാവ് ലഭിച്ചില്ലെങ്കിൽ മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കെ. സുരേന്ദ്രനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കെ. സുരേന്ദ്രൻ കൂടി തിരുവനന്തപുരത്തെത്തിയാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ജില്ലയായി തലസ്ഥാന ജില്ല മാറും. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2016-ൽ ബി.ജെ.പി അക്കൗണ്ട് തുറന്ന ശേഷം നേമം കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയുടെ CPM സീറ്റ് തിരിച്ചുപിടിക്കുകയായിരുന്നു. 2016-ൽ ബി.ജെ.പി അക്കൗണ്ട് തുറന്ന ശേഷം കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയിലൂടെ CPM സീറ്റ് തിരിച്ചുപിടിക്കുകയായിരുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിച്ചേക്കുമെന്ന സൂചനകളുമുണ്ട്.